ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഷവർമയുടെ ടേസ്റ്റിൽ ഒരു ചിക്കൻ റോളുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ഒരു 250 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മിക്സ് റെഡിയാക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യുക. ഇനി ഞാനൊരു മീഡിയം ടൈപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അതുകൂടി ആഡ് ചെയ്യുക. ഒരു മീഡിയം സവാള കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി കൂടി ആഡ് ചെയ്ത ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ട് അതിൽ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുത്ത ചിക്കനാണിത്. അതുകൂടി ആഡ് ചെയ്യുക. ഇനി അടുത്തതായി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മയോണീസ് ചേർക്കുന്നുണ്ട്. ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മയോണീസാണ്. അതുകൂടി ആഡ് ചെയ്ത് നമുക്ക് എല്ലാവരും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തെടുത്ത് കട്ടയില്ലാതെ നമ്മുടെ ദോശമാവ് ഉണ്ടാക്കുന്ന പോലെ ലൂസ് ബാറ്ററാക്കി എടുക്കുക. ഒട്ടും കട്ടയില്ലാത്ത നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ദോശമാവ് റെഡിയാക്കാൻ. അടുത്തതായി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഈ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നല്ല കനം കുറഞ്ഞ ദോശയാക്കി ചുട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിത് റോളാക്കി എടുക്കാം. അതിനായി ഇതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എടുത്ത് അതിൽ വെച്ച് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ഓരോ റോൾ എടുത്ത് ഇതുപോലെ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം.
എല്ലാ റോൾസും ഇതുപോലെ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റോളും ഇതിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിലിട്ട ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. റോളിൻ്റെ എല്ലാ വശവും ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ റോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതില് മയോണൈസ് കൂടി ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.